നിയമസഭാ തെരഞ്ഞെടുപ്പില് UDF നേടിയ ഉജ്ജ്വല വിജയത്തിന്റെ ആവേശം തല്ലിക്കെടുത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിനുള്ളില് രൂക്ഷമാകുന്നതിനിടെ വി.ഡി. സതീശനെ ലക്ഷ്യമിട്ട് മുൻ KPCC പ്രസിഡന്റ് കെ. സുധാകരന്. കോൺഗ്രസില് ഒരു സതീശനു മാത്രമല്ല, ഒരുപാട് സതീശന്മാരുണ്ടെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ. സുധാകരന് വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ പ്രതികരണത്തിലാണ് സുധാകരൻ ഇങ്ങനെ പറഞ്ഞത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വ്യക്തിയുടെ പേരല്ല, ഒരു ഫോർമുലയാണ് താന് നിർദ്ദേശിച്ചത്. അതു പുറത്തു പറയാന് കഴിയില്ല. അത് രഹസ്യമാണെന്ന് കെ. സുധാകരന് പറഞ്ഞു. സതീശനൊപ്പം KC വേണുഗോപാല്, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകള് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായി ഉയരുന്നതിനിടെയാണ് കെ. സുധാകരന്റെ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. നോട്ട് ഓൺലി വി.ഡി. സതീശന് ദേര് ആര്, സോ മെനി സതീശൻസ് ഇൻ പാർട്ടി ഡർവി വാർത്താ ഏജൻസിയുടെ ചോദ്യത്തോട് സുധാകരന് പ്രതികരിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികളുടെ ഭാഗമായി കേരളത്തിലെത്തിയ ഹൈക്കമാൻഡ് നിരീക്ഷകരായ മുകുള് വാസ്നിക്, അജയ് മാക്കന് എന്നിവരെ സന്ദർശിച്ച ശേഷമാണ് സുധാകരന് ഇക്കാര്യം പറഞ്ഞത്. ഒരു ഫോർമുല തയ്യാറാക്കി AICC നിരീക്ഷകർക്ക് കൈമാറിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഇത് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കി നിർദ്ദേശിക്കുന്നതാണെന്നാണ് സൂചന. അതിനിടെ KPCC ആസ്ഥാനത്ത് കോൺഗ്രസ് MLമാരുടെ ആദ്യ പാർലമെന്ററി പാർട്ടി യോഗം തുടങ്ങി. ഹൈക്കമാൻഡ് നിരീക്ഷകരായ മുകുള് വാസ്നിക്, അജയ് മാക്കന് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം. വി.ഡി. സതീശന്, രമേശ് ചെന്നിത്തല, KC വേണുഗോപാല് എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. MLമാരുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള അവസാന ശ്രമങ്ങളിലാണ് ഗ്രൂപ്പ് ക്യാമ്പുകള്. MLമാരുടെ പിന്തുണയുടെ എണ്ണമെടുക്കലിനപ്പുറം അവരുടെ അഭിപ്രായം കൂടി കേൾക്കും. ഹൈക്കമാൻഡ് നിരീക്ഷകര് ഓരോരുത്തരെ നേരില് കാണും. അഭിപ്രായങ്ങള് സമാഹരിച്ച ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാന് ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തി കോൺഗ്രസ് യോഗം ഒറ്റവരി പ്രമേയം പാസാക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ നടപടിക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തില് ഘടകകക്ഷികളുടെ അഭിപ്രായവും പരിഗണിക്കും. KPCC മുൻ പ്രസിഡന്റുമാര്, MPമാര് എന്നിവരുടെ അഭിപ്രായവും ആരായും. ഇതിനിടെ മല്ലികാർജ്ജുന് ഖാർഗെ, AK ആന്റണി ഉൾപ്പെടെ മുതിർന്ന നേതാക്കളുമായും ആശയവിനിമയം നടത്തും. ഇന്ന് തന്നെ കൂടിക്കാഴ്ച പൂർത്തിയാക്കാനാണ് ശ്രമം. ഇവര് ഡൽഹിയിലെത്തി AICCക്ക് റിപ്പോർട്ട് നൽകിയതിനു പിന്നാലെ വി.ഡി. സതീശന്, രമേശ് ചെന്നിത്തല, KC വേണുഗോപാല് എന്നിവരെ ഡൽഹിക്ക് വിളിപ്പിക്കും. നിരീക്ഷകരുടെ റിപ്പോർട്ടിനു പുറമെ സ്ഥാനാർത്ഥി നിർണയത്തില് സ്വീകരിച്ചതിന് സമാനമായി ജനവികാരം മനസ്സിലാക്കാന് ബദല് മാർഗങ്ങള് സ്വീകരിക്കുമെന്നും വിവരമുണ്ട്. ഞായറാഴ്ച ഹൈക്കമാൻഡ് നടപടികള് പൂർത്തിയാക്കി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം.